ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ, നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ, മരുഭൂമിയിൽ നാട്ടിയ ആ പിച്ചളസർപ്പത്തേക്ക് നിങ്ങൾ നോക്കുക, അതേ കാൽവരി ക്രൂസിലേക്ക് നിങ്ങൾ നോക്കുക, ക്രൂസിലേക്ക് നോക്കുക. അതാണ് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നത്. നമുക്ക് വായിച്ച് കേൾക്കാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ക്രിസ്തു പരസ്യമായി നിർത്തപ്പെട്ടു. ക്രിസ്തുവിനെ പരസ്യമായി ആർക്കും കാണത്തക്കവണ്ണം ഗോകുൽത്തായിൽ ഉയർത്തപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ വരൾച്ച മാറണമെങ്കിൽ ക്രൂസിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ക്രൂശ് തന്നിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ക്രൂശിക്കോടെ ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ മനംമടുപ്പുകൾ മാറും, നിങ്ങളുടെ നിരാശകൾ മാറും, നിങ്ങളുടെ ആകുലങ്ങൾ മാറും. നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവൻ്റെ ഭാഗ്യം ലഭിക്കും. നിത്യജീവൻ അവൻ വിശ്വസിക്കുന്നവനും നിത്യജീവൻ പ്രാപിക്കും. നിങ്ങൾ മോശം അനുഭവിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടാകുന്നു. അവൻ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ, നശിക്കേണ്ടി വരികയില്ല, നിത്യ അന്ധകാരത്തിലേക്ക് പോകേണ്ടി വരികയില്ല. ക്രിസ്തുവിൻ്റെ ക്രൂസിലേക്ക് നോക്കുക. നിത്യമായ യാതനയിലേക്ക് പോകേണ്ടി വരികയില്ല, നിത്യമായ കുയിരുട്ടിലേക്ക് പോകേണ്ടി വരികയില്ല, നിത്യമായ ദണ്ഡനത്തിന് വേണ്ടി പോകേണ്ടി വരികയില്ല, നിത്യ നരകത്തിലേക്ക് പോകേണ്ടി വരികയില്ല. ക്രൂസിലേക്ക് നോക്കുക. രക്ഷയുടെ കേന്ദ്രം ഇതാ നാട്ടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് നോക്കാം ക്രൂസിലേക്ക്. ക്രൂസിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. ദൈവത്തിന് സ്തോത്രം. കള്ളന്മാർ രണ്ടുപേരും കർത്താവിൻ്റെ ഇടത്തും വലത്തുമായി ക്രൂശിക്കപ്പെട്ടു. അവർ രണ്ടുപേരും നല്ല വേദനയിലാണ്. ശരീരത്തിൽ ഈ മുറിവേറ്റതുകൊണ്ട്, ആണി അടിച്ചതുകൊണ്ട് നല്ല വേദന അവർക്കുണ്ടല്ലോ. എങ്കിലും ആ വേദന മധ്യത്തിൽ രണ്ടുപേരും ഈ യേശുവിനെ ദുഷിക്കുകയാണ്. എന്ത് കാര്യത്തിന് യേശുവിനെ ദുഷിക്കുന്നു? മരിക്കാൻ തുടങ്ങുമ്പോൾ യേശുവിനെ ദുഷിക്കുന്നത് എന്തൊരു കഷ്ടം. മരിക്കാൻ പോകണമെന്നവർക്കറിയാം, മരിക്കും, ഇനി രക്ഷയില്ല. അപ്പോൾ യേശുവിനെ ദുഷിക്കുന്നു. കാരണം യേശുവിനെക്കുറിച്ച് അവർക്കൊന്നും അറിഞ്ഞുകൂടാ. യേശുവിനെ ആളുകൾ പുകഴ്ത്തുന്നത് കേട്ടു, അത് അവർക്ക് മനസ്സിലാകുന്നില്ല. യേശുവിനെ സ്തുതിക്കുന്നു, അത് അവർക്ക് മനസ്സിലാകുന്നില്ല. യേശു ഏതോ രാജ്യദ്രോഹിയെന്നോ യേശു റോമൻ സർക്കാരിനെതിരായ വിപ്ലവകാരി എന്നൊക്കെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. യേശുവിനെക്കുറിച്ച് അവർക്കൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ രണ്ടുപേരും കൊള്ളക്കാരായിരിക്കുന്ന പോലെ തന്നെ യേശു ഒരു കൊള്ളക്കാരനായിരിക്കാം എന്നേ അവർക്കറിയാം. ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരു വചനം പറഞ്ഞു: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അത് ഞെട്ടിപ്പിക്കുന്ന വാക്കായിരുന്നു. ഒരൊറ്റ പ്രാർത്ഥന കേട്ടപ്പോഴേക്കും, ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥന കേട്ടപ്പോഴേക്കും നിഷ്ഠൂരനായ, കൊലപാതകിയായ, കൊള്ളക്കാരനായ മനുഷ്യന് അവന് വെളിവ് വന്നു. അവന് മനസ്സിലായി, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. എത്ര വ്യക്തമാണ്. അവന് കിട്ടിയ സമയം, ആ സമയം അവൻ സുവിശേഷ വേല ചെയ്തു. കിട്ടിയ സമയം അവന് കൂട്ടുകാരനോട് സുവിശേഷം പറഞ്ഞു. ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. കിട്ടിയ സമയം, അല്പസമയമേ ഉള്ളൂ, ഏതാനും സമയത്തിനകം മരിക്കും. പക്ഷേ കിട്ടിയ സമയം അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. എന്നിട്ട് അവൻ ക്രിസ്തുവിനെ നേരെ തിരിച്ച് പറഞ്ഞു, മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തു കൊള്ളണമേ. പ്രാർത്ഥിച്ചു. എല്ലാം ആ സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുകയാണ്. ഒരൊറ്റ സെക്കൻഡിലാണ് ഈ വിശ്വാസം അകത്തേക്ക് വരുന്നത്. ഒരൊറ്റ സെക്കൻഡിലാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കണം, കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിലേക്ക് വിശ്വാസം കടന്നു വരണമേ, ഹൃദയത്തിലേക്ക് ദൈവകൃപ കടന്നു വരണമേ, എൻ്റെ ഉള്ളത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വരണമേ. കർത്താവേ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ഉത്ഭൂതമാകണമേ, ജനിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണമേ. പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതം രൂപാന്തരപ്പെടണമേ, എൻ്റെ സ്വഭാവം മാറണമേ, എൻ്റെ വാശിയും വഴക്കും പിണക്കവും വൈരാഗ്യവും പകയും ദുശ്ശീലവും എല്ലാം മാറണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം എനിക്ക് വരണമേ. ക്രിസ്തുവിൻ്റെ സ്വഭാവം, പറയാൻ എളുപ്പമല്ലേ? ക്രിസ്തുവിൻ്റെ സ്വഭാവം, ആ ശാന്തത, ആ സ്നേഹം, ആ സൗമ്യത, ആ വിനയം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്വഭാവം വേണമെങ്കിൽ കിട്ടും കേട്ടോ, വേണമെങ്കിൽ കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചാൽ കിട്ടും. വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ കിട്ടും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണം ക്രിസ്തുവിൻ്റെ സ്വഭാവം. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ?
ചിന്തിക്കാറുണ്ട്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? എനിക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം വേണം. ഒറ്റ ദിവസം കൊണ്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അത് ഒറ്റ സെക്കൻഡ് കൊണ്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കിട്ടും. ക്രിസ്തുവിൻ്റെ സ്വഭാവം കിട്ടും, ക്രിസ്തുവിൻ്റെ മനസ്സാകും, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിത്തീരും. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുവീനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. പൗലോസിന് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ആ ത്യാഗ മനോഭാവം, ആ വിനയം, ആ ലാളിത്യം, സിംപ്ലിസിറ്റി, ആ സൗമ്യത, ആ താഴ്മ, സഹിക്കാനുള്ള മനസ്സ്, സഹനശക്തി, ആരെന്ത് പറഞ്ഞാലും അവരോട് വഴക്കില്ലാത്ത സ്വഭാവം, എന്ത് കാണിച്ചാലും വഴക്കില്ല. സ്തോത്രം. വലത്തുഭാഗത്തേക്കളന് ക്രിസ്തുവിൻ്റെ സ്വഭാവം പിടികിട്ടി. അവൻ വ്യക്തമായി തീരുമാനിച്ചു. ആ ക്രൂശിലെ വചനം കേട്ടപ്പോഴേക്കും അവൻ്റെ ഹൃദയം മാറി, പെട്ടെന്ന് മാറി. വചനം കേട്ടപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. അവൻ ചെയ്യേണ്ട വേല ചെയ്തു. അടുത്ത കൂട്ടുകാരനോട് സുവിശേഷം പറഞ്ഞു, കൂട്ടുകാരനോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. എന്തൊരു ഭാഗ്യം! കിട്ടിയ സമയം കൊണ്ട് അതെല്ലാം പറഞ്ഞു. നമുക്ക് ചെയ്യാം, കർത്താവിൻ്റെ വേല ചെയ്യാം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതം ചെലവഴിക്കാം. സാധിക്കുന്നിടത്തോളം, എത്രത്തോളം സാധിക്കും? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ വിശ്വസിച്ച് ക്രിസ്തുവിനായി നിങ്ങൾ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങളെ കർത്താവ് ദിഗന്ധങ്ങളിലേക്ക് ഓടിക്കും, ദിഗന്ധങ്ങളിലേക്ക് പറപ്പിക്കും. നിങ്ങൾ കർത്താവ് കരങ്ങളിൽ എടുക്കും, ഉപയോഗിക്കും. സ്തോത്രം. സത്യമാണിത്. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നവരെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോയിട്ടില്ല. ഞങ്ങളുടെ ആ ഒരു 3-4 കിലോമീറ്റർ പോയിട്ടില്ല. പെരുമ്പാവൂരും ഞാൻ കണ്ടിട്ടില്ല. പെരുമ്പാവൂർ അത്ര ദൂരമൊന്നും അല്ലല്ലോ, കണ്ടിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ TTC കഴിഞ്ഞ് വടവൂർ സ്കൂളിൽ അവിടുത്തെ ജൂനിയർ മോസ്റ്റ് അധ്യാപകനായിട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഹെഡ് മാസ്റ്റർ മത്തായി സാർ അദ്ദേഹം പറഞ്ഞു, നീ ഈ എറണാകുളം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പിള്ളേരെ കൂട്ടിക്കൊണ്ട് എറണാകുളത്ത് പോകുന്നുണ്ട്, നീയും കൂടെ പോരാൻ പറഞ്ഞു. ഒരു സ്റ്റുഡൻറ്റ് ടൂർ, അത്രയേ ഉള്ളൂ, ഒറ്റ ദിവസമേ ഉള്ളൂ, പോരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മടിയാണ്. കാരണം അമ്മയ്ക്ക് ഞാൻ വെളിയിലൊക്കെ പോകുന്നത് പേടിയാണ്. കാരണം ആകെ പിന്നെ ഞാനേ ഉള്ളൂ അമ്മയ്ക്ക്, ഞാനും പെങ്ങളും മാത്രം. അപ്പോൾ അപ്പം മരിച്ചു പോയതുകൊണ്ട് ഞാൻ എങ്ങും പുറത്തിറങ്ങുന്നതൊക്കെ അമ്മയ്ക്ക് പേടിയാണ്. എനിക്ക് വല്ലതും പറ്റുമെന്നൊക്കെയാണ് പേടി. വലിയൊരു ആപത്ത് വന്നത് അപ്പൻ മരിച്ചു പോയതുകൊണ്ട് എനിക്ക് വല്ല ആപത്ത് വരുമെന്നൊക്കെ അമ്മ പേടിച്ചതാണ്. അമ്മയ്ക്ക് സമ്മതമല്ല. പക്ഷേ ഞാൻ പറഞ്ഞാൽ സാറിന് മത്തായി സാറിൻ്റെ കൂടെയാണ് പോകുന്നത്, സാറ് പോരുന്നുണ്ട്, ആ കൂടെ പോകുന്നത്. അന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു 19ാമത്തെ വയസ്സിലായിരിക്കണം, 18 വയസ്സിൽ ഞാൻ സ്കൂളിൽ അധ്യാപകനായി. 19ാമത്തെ വയസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നത് മത്തായി സാറിൻ്റെ കൂടെ ഞാൻ എറണാകുളം കണ്ടു. ഒരു പുതിയ ലോകം. ഞാൻ എറണാകുളം കണ്ടിട്ടില്ലല്ലോ, പുതിയ ലോകം. അത്ര കൺട്രി ആയിരുന്നു ഞാൻ, അത്ര അപരിഷ്കൃതനായിരുന്നു ഞാൻ. ഒരു വെറും ഗ്രാമീണൻ, ഒരു പഴഞ്ചൻ ഗ്രാമീണൻ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. എൻ്റെ ദൈവമേ, ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, ഇന്ന് ലോകത്ത് മിക്കവാറും പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ചു കഴിഞ്ഞു, പലവട്ടം. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം പറപ്പിച്ചു കൊണ്ട് നടന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ, ഭാഗ്യവശാൽ, ഞാനങ്ങനെ പറയട്ടെ, ഭാഗ്യവശാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഒരു കൃപ എനിക്ക് ലഭിച്ചു. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? ദൂരെ ലോകമെങ്ങും പോയി സുവിശേഷം പറയാനൊന്നും കർത്താവ് നിങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളതായി നിൽക്കാൻ പറ്റുമോ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളതായി നിൽക്കാൻ പറ്റുമോ? ചിന്തിക്കൂ. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വീട്ടിൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളതിനായി എനിക്ക് നിൽക്കാൻ പറ്റുമോ? ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളതിനായി നിൽക്കാൻ പറ്റുമോ? ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളതിനായി നിൽക്കാൻ പറ്റുമോ? പറ്റണം. ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ചെല്ലിയില്ല, ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. എന്തെല്ലാം ഉണ്ട് പറയില്ല. പ്രാർത്ഥനകൾ ചൊല്ലിയാലും, നമസ്കാരം ചൊല്ലിയാലും, കുമ്പിട്ടാലും, അല്ല തീർത്ഥയാത്ര ചെയ്താലും, നടന്നതിന് തീർത്ഥയാത്ര ചെയ്താലും ഒരു ഫലവുമില്ല. മക്കളെ കേൾക്കൂ, ഒരു ഫലവുമില്ല. അതുകൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ പോകാൻ പറ്റുകയില്ല. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ കൂടി പ്രതിഫലിക്കണം, ക്രിസ്തുവിൻ്റെ ശാന്തത നമ്മിൽ കൂടി പ്രതിഫലിക്കണം. ക്രിസ്തുവിൻ്റെ ശാന്തത. ആരെങ്കിലും നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും ആരോട് പരിഭവമില്ലാതിരിക്കുക, ആരോടും വഴക്കില്ല, എന്തിന്? അവരുടെ വിവരക്കേട്. കണ്ണില്ലാത്ത ആളോട് ഇത് അത്ര മനോഹരമായി പോകുമെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? പാവം, കണ്ണില്ല. എൻ്റെ ഉള്ളിലുള്ള കർത്താവിനെ അവർ കാണാൻ കണ്ണില്ല. അതുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, നമുക്ക് പരാതിയില്ല, വഴക്കില്ല. പാവങ്ങൾ, അവർ സുബോധമില്ല, അവരുടെ ഉള്ളിൽ തുറന്നിട്ടില്ല. ആ രീതിയിൽ നാം കാണുന്ന കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങൾ ഉൾക്കൊള്ളുക. അതിന് പല നാളേക്കുള്ള പരിശ്രമം വേണ്ട. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തുടങ്ങാം. പൂർത്തീകരണമാവില്ല. ഇത് തുടങ്ങാം നിങ്ങൾക്ക്. എനിക്ക് യേശുവിൻ്റെ മനസ്സ് വേണം, യേശുവിൻ്റെ ആർദ്രത വേണം, യേശുവിൻ്റെ ദയാവായ്പ് വേണം, യേശുവിൻ്റെ ദീർഘക്ഷമ വേണം, യേശുവിൻ്റെ സ്നേഹം വേണം, യേശുവിൻ്റെ അതേ സ്വഭാവം വേണം, യേശുവിൻ്റെ ഹൃദയം വേണം, യേശുവിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറയും, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. അബ്രഹാമിനെക്കുറിച്ച് ദൈവം പറഞ്ഞു, എൻ്റെ സ്നേഹിതനായ അബ്രഹാം എന്ന്. ദാനിയേലിനെക്കുറിച്ച് ദൈവം പറഞ്ഞു, എൻ്റെ ഏറ്റവും പ്രിയ പുരുഷനെന്ന്. സ്തോത്രം. നിങ്ങളെക്കുറിച്ച് കർത്താവ് എന്ത് പറയും? നോക്കൂ, ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ കർത്താവ് നിങ്ങൾ നോക്കി എന്ത് പറയും? ഇപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ അടുക്കൽ കർത്താവ് ഉണ്ടല്ലോ, യേശു വന്നിട്ടുണ്ടല്ലോ, യേശു നിങ്ങളുടെ നോക്കുന്നുണ്ടല്ലോ, യേശുവിൻ്റെ അരികത്ത് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് കർത്താവ് എന്ത് പറയും? എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന് പറയൂ, എൻ്റെ മനസ്സിനൊത്ത പുരുഷൻ എന്ന് പറയൂ, എൻ്റെ മനസ്സിനൊത്ത ഒരു സ്ത്രീ എന്ന് പറയൂ, എൻ്റെ സ്വഭാവം കിട്ടിയ ഒരു ഭാഗ്യവതി എന്ന് പറയൂ, എൻ്റെ ക്ഷമാശീലവും എൻ്റെ ദീർഘക്ഷമയും എൻ്റെ സഹനശക്തിയുമുള്ള ഒരു ദൈവവേദൽ എന്ന് പറയൂ, അതിനെക്കുറിച്ച് പറയൂ. എന്നാലും രക്ഷപ്പെടാം. എന്നാലേ രക്ഷപ്പെടൂ പ്രിയപ്പെട്ടവരെ. അവിടെ വഴക്കില്ല, പിണക്കമില്ല, ഉപദ്രവിക്കുന്നവരോടും വഴക്കില്ല, നമ്മളെക്കുറിച്ച് തെറ്റായി ധരിക്കുന്നവരോടും വഴക്കില്ല. അവിടെ സ്നേഹം മാത്രം, സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം. സ്തോത്രം. അത് കുരിശിൽ നിന്ന് കിട്ടും. നോക്കിയാൽ മതി. നോക്കുക. സർപ്പത്തെ ഉയർത്തിയത് ജനത്തെ മോശ കാണിച്ചു കൊടുത്തു. ആ സർപ്പത്തിലേക്ക് നോക്കിയാൽ മതി, രക്ഷപ്പെടും. ആരും ഭരിക്കേണ്ട ആവശ്യമില്ല. സർപ്പത്തിൻ്റെ കടിയേറ്റവരെല്ലാം നോക്കിക്കൊള്ളൂ, ആ സർപ്പത്തിലേക്ക് നോക്കിക്കൊള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ മഹാസർപ്പം ഏതാണ്? ഈ ഉയർത്തപ്പെട്ട സർപ്പം പ്രതിനിധീകരിക്കുന്ന ആരെയാണ്? അത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. കർത്താവ് പാമ്പാണെന്നല്ല, പക്ഷേ പാമ്പിനെ ഉയർത്തി. അതിന് കാരണമുണ്ട്. മനുഷ്യനെ ചതിച്ചത് പാമ്പാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. ആദ്യ മനുഷ്യൻ്റെ അടുക്കലേക്ക് പാമ്പ് കടന്നു ചെന്നു. അന്ന് ആദാം വീട്ടിലില്ലായിരുന്നു. എന്തോ കാര്യത്തിന് ഒരുപക്ഷെ വെളിയിൽ എവിടെയെങ്കിലും പോയായിരിക്കണം. തക്കം നോക്കി, അതൊക്കെ പിശാചിനറിയാമല്ലോ. പിശാച് കടന്നു ചെന്നു. അന്ന് പിശാച് പാമ്പല്ല, അവൻ സാധാരണ മനുഷ്യനെ പോലെ തന്നെ കടന്നു ചെന്നു. അവൻ ചെന്നു, അതിഥിയല്ലേ, സൽക്കരിക്കണമല്ലോ. ഹൗവ പറഞ്ഞു, ഇങ്ങോട്ടിരിക്കാമല്ലോ. സീറ്റ് കൊടുത്തു. ആവശ്യമില്ല. വീട്ടിലൊരു അതിഥി വരുമ്പോൾ ചുമ്മാ വിളിച്ച് സൽക്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരാണെന്ന് അറിയാൻ പാടില്ല. എന്തിനാണ് സൽക്കരിക്കുന്നത്? വല്ല കൊള്ളക്കാരനാണോ കുറച്ചക്കാരനോ അറിയാൻ പാടില്ലല്ലോ. സ്ത്രീകൾക്ക് പൊതുവേ ലജ്ജാശീലമുള്ളവരായിരിക്കേണ്ടതാണ്. അങ്ങനെ അങ്ങോട്ട് തുറന്ന് പെരുമാറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, അയ്യോ അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ, പിന്നെ ബസ്സിൽ വരിക, ഇത് പറഞ്ഞാൽ മതി. ആൾ പറഞ്ഞു വിടാം. പക്ഷേ ഹൗവ സൽക്കരിച്ചു, എൻ്റർടൈൻ ചെയ്തു. അവിടെ കയറിയിരിക്കാൻ പറഞ്ഞു. ഈ സാത്താൻ, അവൻ മഹാബുദ്ധിമാനല്ലേ, അവൻ പറഞ്ഞു, നിങ്ങൾ ഭാഗ്യശാലികളാണല്ലോ. അത് പിന്നല്ലേ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് തന്നതല്ലേ, അല്ല ഞങ്ങൾ ഭാഗ്യശാലികളാണ്. അല്ല, ഞാൻ ഓർക്കുകയാണ്, നിങ്ങൾക്ക് എന്തൊരു ഭാഗ്യം, എന്തുമാത്രം തോട്ടങ്ങൾ, എന്ത് ഫലവൃക്ഷങ്ങൾ, എന്ത് മനോഹരമായ ഉദ്യാനങ്ങൾ, എന്ത് നല്ല മനോഹരമായ കാഴ്ചയ്ക്ക് കൗതുകമുള്ള പുഷ്പങ്ങൾ എല്ലാം ഇതൊക്കെ നിങ്ങൾക്കാണോ? ആണെന്ന്. പിന്നെ ഞങ്ങളുടെ അല്ലേ, ഞങ്ങളുടെ കർത്താവ് തന്നതല്ലേ, ഞങ്ങളുടെ ദൈവം തന്നത് ഞങ്ങൾക്കത്. അപ്പോൾ അവർക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം കിട്ടിയതുകൊണ്ട് നല്ല ഉച്ചത്തിൽ സാക്ഷ്യം പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ സാത്താൻ ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനുഭവിക്കാൻ പറ്റുമെന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ ഞങ്ങൾക്കല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവ് തന്നതാണെന്നേ, ഞങ്ങളുടെ കർത്താവ് തന്നതാണ്. ഇതൊക്കെ തിന്നാമോ? പിന്നല്ലേ, ഞങ്ങൾക്ക് തിന്നാം. പിന്നെ അവിടെ ഒരു വൃക്ഷമുണ്ടല്ലോ കാണുന്നത്, അതിൻ്റെ ഫലം തിന്നണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ദൈവം പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് മിണ്ടല്ലേ, അത് ദൈവം പറഞ്ഞിരിക്കുന്നത് അത് തിന്നരുത്, തിന്നാൽ മരിക്കും, തൊടുകയും വരുന്ന കർത്താവ് പറഞ്ഞിട്ടുള്ളത്. തുടരുന്ന കർത്താവ് പറഞ്ഞിട്ടില്ല, പക്ഷെ തൊടുകയും വരുന്ന ഒത്തിരി ആവേശത്തോടെ പറഞ്ഞു. സർപ്പമായിട്ടില്ല. സാത്താൻ അവൻ പറഞ്ഞു, ഒന്ന് ഹാസ്യാത്മകമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ദൈവം എന്താ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമോ? അല്ല, ഞങ്ങൾ മരിക്കും, തിന്നാൽ മരിക്കും. നോ, അല്ല, നിങ്ങൾ തിന്നാൽ ദൈവത്തെ പോലെയാകും, ദൈവത്തിനറിയാം, അതുകൊണ്ടാണ് അതിനുണ്ടാന്ന് പറഞ്ഞത്. നിങ്ങൾ ദൈവത്തെ പോലെ ആകരും, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഹൗവ കേട്ടങ്ങ് മയങ്ങിപ്പോയി. പാമ്പപ്പോഴേക്കും, പാമ്പല്ല ആ മനുഷ്യൻ, ഞാൻ അങ്ങനെ പറയട്ടെ, പിശാച് എപ്പോഴേക്കും അവൻ കൊമ്പ് ചായച്ചു, പഴം പറിച്ചു, ഹവയ്ക്ക് കൊടുത്തു. ഹവ തിന്നു. ആദാം വന്നപ്പോൾ ആദാമിന് കൊടുത്തു. വിലക്കപ്പെട്ട കനി തിന്നു. പാമ്പ് ആയി തീരാൻ കാരണം അതാണ്.
ഈ സാത്താൻ പാമ്പായി തീർന്നു. അന്നു മുതൽ ദൈവത്തിൻ്റെ ശാപം അനുവദിച്ചു. നീ നിലത്ത് ഇഴയുന്ന ഇഴജാതിയായി തീരും എന്ന് ദൈവം കൽപ്പിച്ചു. നീ ശപിക്കപ്പെട്ടവൻ, സാത്താൻ ദൈവം, നീ ശപിക്കപ്പെട്ടവൻ, നീ നിലത്ത് ഇഴഞ്ഞു നടന്ന് നിന്റെ ആഹാരം തേടും. നോക്കൂ, സാത്താൻ ഒരു പാമ്പായി മാറി. ഈ സാത്താൻ ഇന്നും ഇങ്ങനെ ആരെ ഒഴുകേണ്ടു ആരെ നശിപ്പിക്കേണ്ടു നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഓരോ വീട്ടിലും അവൻ വരുന്നുണ്ട്, ഓരോ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിലും അവൻ വരുന്നുണ്ട്, ഓരോ കുട്ടികളുടെ ഇടയിലും അവൻ വരുന്നുണ്ട്. ഓരോരുത്തരുടെയും പ്രായത്തിനൊത്തവണ്ണം അവൻ പലതരത്തിൽ സ്വാധീനം ചെയ്യാൻ വരുന്നുണ്ട്, നശിപ്പിക്കാൻ വരുന്നുണ്ട്. ഈ സാത്താൻ അവൻ ഉപായത്താൽ നമ്മെ ചതിക്കാൻ വരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 2 വാക്യം വായിക്കൂ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പഹൗവായി ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ചതിച്ചു, മനുഷ്യനെ ചതിച്ചു, പാമ്പ് മനുഷ്യനെ ചതിച്ചു. ആ പാമ്പിൻ്റെ രൂപം ഉണ്ടാക്കി, അവിടെ പിച്ചളകൊണ്ടൊരു പാമ്പിനുണ്ടാക്കി നാട്ടി നിർത്തി. എന്തിന്? കാലങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ ഉയർത്തപ്പെടുമ്പോൾ ലോക ജാതികൾക്ക് എല്ലാവർക്കും, ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് ജാതിയിലും ഏത് വംശത്തിലും ഏത് ദേശത്തും ഏത് ഭാഷയിലുമുള്ളവർക്ക് എല്ലാവർക്കും നോക്കി രക്ഷപ്പെടാൻ ഇതാ പാളയത്തിന് മധ്യത്തിൽ ക്രിസ്തു നാട്ടപ്പെട്ടിരിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിതനായി നിങ്ങളുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ക്രൂശിക്കപ്പെട്ടനായ ക്രിസ്തു നിങ്ങൾ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുകയാണ്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടനായി. കൈകൾ രണ്ടും ആണിയടിച്ച് തകർത്തു, കാല് രണ്ടും ചേർത്ത് വെച്ച ഒറ്റ ആണി കൊണ്ട് തകർത്തു, ഉണങ്ങിയ മരത്തോട് ചേർത്ത് അടിച്ചടിച്ച് ചേർത്തു, ചോര ചീറി ചീറി തെറിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മുഖത്തേക്ക് അവർ തുപ്പി, കർണത്തേക്ക് അടിച്ചു, രോമങ്ങൾ പിഴുതെടുത്തു, തലയിൽ മുൾ വെച്ച് ആഞ്ഞടിച്ചു, കരിമ്പാടി പോലത്തെ മുള്ളുകൾ തലയിലേക്ക് തറഞ്ഞു കയറി, കണ്ണിൽ കൂടി ആ മുള്ളിൻ്റെ അറ്റത്ത് നിന്ന് രക്തം ഇങ്ങനെ തുള്ളിയായി വീണു. കർത്താവിൻ്റെ പുറത്തേക്ക് ചാട്ടുപാറോട് ആഞ്ഞടിച്ചു, വേദനിച്ചു. അതിവേദനയോടെ പിന്നെയും പ്രഹരം കൊണ്ടപ്പോൾ, തല്ലുകൊണ്ടപ്പോൾ പിന്നെയും പിടിത്തുകൊണ്ട് പാവം കർത്താവ് കഷ്ടപ്പെട്ട് കയറി, കഷ്ടപ്പെട്ട് കുരിശുങ്ങ ചെന്നുകൊണ്ട് മലമുകളിൽ കയറി. കുറേനക്കാരനായ ശീമനം താങ്ങിയതുകൊണ്ട് അത്രയും സൗകര്യമായി. കർത്താവ് ക്രൂസിൽ മേൽ തൂക്കപ്പെട്ടു. ആ ക്രൂസിലേക്ക് നോക്കിയാൽ നമുക്ക് രക്ഷ കിട്ടും. നമ്മുടെ കുടുംബത്തിലൊരു കുരിശ് സ്ഥാപിക്കണം. എങ്ങനെ? ഹൃദയത്തിൽ സ്ഥാപിക്കണം. ഹൃദയത്തിൽ കുരിശ് വന്നാൽ കുടുംബത്തിൽ കുരിശ് വരും, കുടുംബം സ്വർഗമായി മാറും. കുടുംബത്തിൽ കുരിശ് വന്നാൽ നമ്മുടെ നാട്ടിൽ കുരിശ് നാട്ടും. സ്തോത്രം. നമ്മുടെ അയൽപക്കത്ത് കുരിശ് നാട്ടും. എല്ലാവരും ആകർഷിക്കപ്പെടും, ക്രൂസിലേക്ക് ആകർഷിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗ്യം നിങ്ങൾക്ക് വേണമോ? ക്രൂസിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗ്യം എനിക്ക് 17-ാമത്തെ വയസ്സിൽ കർത്താവ് തന്നു, ദാനമായി തന്നു. 17-ാമത്തെ വയസ്സിൽ ഞാൻ നിരാശനായിരുന്നു, ഞാൻ ദുഃഖിതനായിരുന്നു, ഞാൻ മ്ലാനവതനായിരുന്നു, ഞാൻ വാടിപ്പോയവനായിരുന്നു. ഒരു വയസ്സിലപ്പം മരിച്ചു. മനസ്സ് സ്വസ്ഥയില്ലാതെ കരഞ്ഞ് ഞാൻ വളർന്നു. അമ്മയും പെങ്ങളും ഞാനും മാറി മാറിയിരുന്ന് കരയും. വേറെ ഒന്നും പ്രത്യേകിച്ച് സംഭാഷണമൊന്നുമില്ല. ആകെ ഈ വീട്ടിൽ ശബ്ദം കേൾക്കുന്നത് വേലക്കാർ അന്ന് കൃഷിയുള്ളതുകൊണ്ട് വേലക്കാർ വരുമ്പോഴുള്ള ശബ്ദമേ ഉള്ളൂ. ആകെ ശോകമുഖമായ ഒരു കുടുംബം, വലഞ്ഞു പോയൊരു കുടുംബം. നമുക്ക് ആരുമില്ലല്ലോ എന്ന് അമ്മ പറഞ്ഞ് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ആരുമില്ലല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. വലഞ്ഞു പോയൊരു കുടുംബം. അങ്ങനെ നിരാശപ്പെട്ട് മനസ്സ് തളർന്ന് ജീവിതം വിരസമായി, മരുഭൂമിക്ക് തുല്യമായി ജീവിതം തകർന്നു പോയൊരു മനുഷ്യൻ. എന്നാൽ 17-ാമത്തെ വയസ്സിൽ ദൈവത്തിന് വചനം കേട്ടു. കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറി, ഹൃദയത്തെ തകർത്ത് ഹൃദയത്തിലേക്ക് കടന്നു വന്നു. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. 17-ാമത്തെ വയസ്സിൽ എഴുന്നള്ളി വന്ന എൻ്റെ യേശു ഇന്നും മാറാതെ അവിടെ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ വചനം പറയുന്നു. വേറെ ഒന്നും എനിക്ക് യോഗ്യതയില്ല, ഒരു യോഗ്യതയുമില്ല. നിത്യനായ ദൈവം എന്നിൽ കരിഞ്ഞു എന്നുള്ളത് മാത്രം. നിത്യനായ ദൈവം എൻ്റെ കണ്ണുനീര് തുടച്ചു എന്നുള്ളത് മാത്രം. നിത്യനായ ദൈവം എൻ്റെ ദുരിതങ്ങൾ മാറ്റി എന്നുള്ളത് മാത്രം. നിത്യനായ സ്നേഹതിയായ ദൈവം അവൻ സഭാഭേദം കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ, മതഭേദം കൂടാതെ എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. അതാണ് എൻ്റെ ബലം.
ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് യേശുവിനെ ഇന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം. അരികത്തൂടെ നിങ്ങൾക്ക് യേശുവിൻ്റെ അരികത്തൂടെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവോട് പറയണം, കർത്താവേ, ഞാൻ ക്രൂശിതനായ യേശുവിനെ ഞാനിപ്പോൾ നോക്കുന്നു. കർത്താവേ, ആ പിതൃസ്രവത്തിലേക്ക് നോക്കി വരാം. പാമ്പിൻ്റെ കടിയിൽ നിന്ന് മോചനം പ്രാപിച്ചതുപോലെ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നും പിശാചിൻ്റെ വിഷത്തിൽ നിന്നും ഈ മോചനം കിട്ടുമ്പോൾ ഞാൻ ഇതാ ക്രൂശിലേക്ക് നോക്കുന്നു. ക്രൂശിക്കപ്പെട്ടനായ ക്രിസ്തുവിനെ കാണുന്നു. കർത്താവേ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ, എന്നെ നീ കഴുകണമേ, എൻ്റെ പാപങ്ങൾ പോക്കണമേ. അതാ നിൻ്റെ മകനാക്കി എന്നെ തീർക്കണമേ, നിൻ്റെ മകളാക്കി എന്നെ തീർക്കണമേ. കർത്താവ്, ഇത്രയും കാലം ഞാൻ ഒന്നും അറിയാതെ ജീവിച്ചു, ബോധമില്ലാത്തതിനെ പോലെ ജീവിച്ചു, കണ്ണുകാഴ്ചയില്ലാത്തവളെ പോലെ ഞാൻ ജീവിച്ചു. എന്നാൽ ഇന്ന് അതാ ഞാൻ സത്യമായും നിന്നെ കാണുന്നു. എൻ്റെ അരികത്തേക്ക് നീ വചനമായി എഴുന്നള്ളി വന്നിരിക്കുന്നു. എൻ്റെ അരികത്തോട് നീ സഞ്ചരിക്കുന്നു. ഞാൻ കാണുന്നു നാഥ, അന്ന് രക്തവാസി ഉണ്ടായിരുന്ന സ്ത്രീ, 12 കൊല്ലം രക്തവാസി ഉണ്ടായിരുന്ന സ്ത്രീ നിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടു, പെട്ടെന്ന് സൗഖ്യം കിട്ടി. അതുപോലെ കർത്താവേ, നീ അരികത്തോട് നടന്നു പോകുമ്പോൾ തൊടാൻ എനിക്ക് യോഗ്യതയില്ല. കർത്താവേ, ആ തിരുവസ്ത്രത്തിൽ തൊടാൻ എനിക്ക് യോഗ്യതയില്ല. ആ പരിശുദ്ധമായ തിരുവസ്ത്രത്തിൽ തൊടാൻ എനിക്ക് അർഹതയില്ല. അതുകൊണ്ട് നാഥ, നീ എൻ്റെ അരികത്തോട് പോകുമ്പോൾ എൻ്റെ ദേഹത്ത് ഒന്ന് ഉരുമിപ്പോകണമേ. ആ തിരുവസ്ത്രം എൻ്റെ മേൽ ഒന്ന് തൊട്ട് പോകണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് സമർപ്പിക്കാം. യേശുവിനെ നിങ്ങൾക്ക് കൈക്കൊള്ളാം. യേശു ഇതാ നടന്നു നീങ്ങുന്നു. യേശുവിൻ്റെ അരികത്തൊന്ന് നിൽക്കുന്നു. മകളെ, നിനക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുന്നു. മകനെ, നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നു. ചേർന്ന് നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കാണുക. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഭാവി ഏൽപ്പിച്ചു കൊടുക്കുക. നാഥ, തകർന്നു പോയൊരു ജീവിതം, ആശയറ്റ ജീവിതം, നിരാശ പറ്റിയ ജീവിതം, പ്രതീക്ഷ നശിച്ച ജീവിതം ഇതാ നിൻ്റെ കൈകളിലേക്ക് ഞാൻ തരുന്നു. വലഞ്ഞ് വിഷമിച്ചു പോയ ജീവിതം, മരുഭൂമിയുടെ ഏകാന്തതയിൽ വലഞ്ഞു പോയ ജീവിതം, കർത്താവേ, മരുപ്പറമ്പിലെ ഉഷരതയിലെ വലഞ്ഞു പോയ ജീവിതം നിൻ്റെ കയ്യിലേക്ക് ഞാനിതാ തരുന്നു. കർത്താവേ, കരുണ തോന്നണമേ. എന്നെ നിൻ്റെ തിരുവസ്ത്രം തൊട്ടുരുമി പോകണമേ. എൻ്റെ രോഗം സൗഖ്യമാക്കണമേ. എൻ്റെ ബന്ധനം കഴിക്കണമേ. കർത്താവേ, എൻ്റെ മേലുള്ള ശാപങ്ങൾ മാറ്റണമേ. എന്നെ നിൻ്റെ മകനും നിൻ്റെ അവകാശമാക്കി തീർക്കണമേ. എന്നെ നിൻ്റെ മകളും നിൻ്റെ അവകാശമാക്കി തീർക്കണമേ. എന്നോട് മനസ്സിലിയണമേ, എന്നെ തുടരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ വചനം കേട്ട് എല്ലാവരെയും തുടരണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ പേരിൽ തൃക്കരം വയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരും ഒരുക്കണമേ. മെസ്സിഹ നിരായത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. മനസ്സലിയണമേ, കരുണ തോന്നണമേ. അവിടെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ ഞങ്ങൾക്കും ഭാഗ്യം തരണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.